പ്രിയപ്പെട്ട കുട്ടികളെ, we are discussing today 5th chapter Computer Application Commerce Second Year Web Design using HTML. നാലാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി ആയിരുന്നു. വെബ് ടെക്നോളജിയിൽ നമ്മൾ ഒരു വെബ് ഡെവലപ്മെന്റിന് വേണ്ട ബേസിക് ടാഗ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നില്ലേ? HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആട്രിബ്യൂട്ടും അതിന് ടാഗുമാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ഈ ക്ലാസ് മുതൽ 5th ചാപ്റ്റർ മുതൽ വെബ് ഡിസൈനിങ് ആണ്. വെബ് ഡിസൈനിങ്ങിന് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ടാഗ്സും അതിന്റെ റിലേറ്റഡ് ആട്രിബ്യൂട്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാവരും റെഡി അല്ലേ? ഇന്ന് പ്രധാനമായിട്ട് 3 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ, ഇറ്റ് ഈസ് ഓൾ റിലേറ്റഡ് ടു ലിസ്റ്റ്. ഒരു ലിസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതുമ്പോൾ ഒരു ലിസ്റ്റ് ആയിട്ട് എഴുതാറുണ്ട്. 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റ് ആയിട്ട് എഴുതും. അല്ലെങ്കിൽ എന്തെങ്കിലും ഡോട്ട് ഇട്ടിട്ട് ഇമ്പോർട്ടന്റ് മാർക്കൊക്കെ ഇട്ടിട്ട് ലിസ്റ്റ് ആയിട്ട് എഴുതാറുണ്ട്. അതേപോലെ നിങ്ങൾ പലപ്പോഴും വെബ്സൈറ്റിൽ കാണാറുണ്ടാവും പല ലിസ്റ്റുകളും ഇല്ലേ? ലിസ്റ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ലിസ്റ്റ് ഓഫ് കാർസ് കാണാറുണ്ട്. അങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിസ്റ്റ് എന്താണ്, എന്തൊക്കെ ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സെക്കൻഡ്, നെസ്റ്റഡ് ലിസ്റ്റ് എന്താണ്? ഒരു ലിസ്റ്റിന്റെ അണ്ടറിൽ മറ്റൊരു ലിസ്റ്റ് വരാറുണ്ട്. അത് ചിലപ്പം പല വ്യത്യസ്ത ലിസ്റ്റുകളായിരിക്കും. അങ്ങനെ നെസ്റ്റഡ് ലിസ്റ്റ് എന്താ പറയാം. അതേപോലെ നിങ്ങൾക്ക് ഏതൊരു ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാലും, ഇനി ഏത് ടൈപ്പ് ആവട്ടെ, ആ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പം ഈ ചാപ്റ്റർ കഴിയുന്നതോടുകൂടി, ഇന്നത്തെ വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങൾ എന്ത് പഠിക്കും? ഏതൊരു ലിസ്റ്റ് എങ്ങനെ ഒരാള് പേപ്പറിൽ എഴുതി തന്നാലും അതിനെ പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കും. ഫസ്റ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് ലിസ്റ്റ്. എത്ര തരം ലിസ്റ്റ് ഉണ്ട് എന്നുള്ളത്. വി ഹാവ് 3 ടൈപ്പ് ഓഫ് ലിസ്റ്റ്: അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം അൺഓർഡേർഡ് ലിസ്റ്റ്. അൺഓർഡേർഡ് ലിസ്റ്റ് മീൻസ് നിങ്ങൾ ഒരു ഡോട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു സർക്കിൾ ഇട്ടിട്ട് ഒരു സ്ക്വയർ ഒക്കെ ഇട്ടിട്ട് ഒരു ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ലിസ്റ്റുകളെയാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയാം. അതിലൊരു നമ്പറിംഗ് സിസ്റ്റം ഉണ്ടാവില്ല. 1, 2, 3 എന്നുള്ള നമ്പറിംഗ് സിസ്റ്റം ഉണ്ടാവില്ല. അത്തരം ലിസ്റ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. അൺഓർഡേർഡ് ലിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ടാഗ് UL എന്നാണ്. UL ആൻഡ് /UL. ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ UL ടാഗ് ചെയ്യും. അൺഓർഡേർഡ് ലിസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ /UL എന്ന് എഴുതും. ഓരോ ഐറ്റത്തെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ LI ആൻഡ് /LI യൂസ് ചെയ്യും. OL, LI ഐറ്റം നമ്പർ 1 /LI, LI ഐറ്റം നമ്പർ 2 /LI, LI ഐറ്റം നമ്പർ 3 /LI. ലിസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? /UL എന്ന് എഴുതും. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. ഒരു UL ടാഗിന് നമുക്ക് അതിന്റെ ടൈപ്പ് എന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. ടൈപ്പ് എന്ന ആട്രിബ്യൂട്ടിന് പകരം അതിന്റെ വാല്യൂ 3 വാല്യൂ ഉള്ളത്: ഡിസ്ക്, സർക്കിൾ ആൻഡ് സ്ക്വയർ. ഡിസ്ക് മീൻസ് നമ്മൾ ഒരു ഡോട്ട് ഇടാറില്ലേ, ഡോട്ട്, അതാണ് ഡിസ്ക്. സർക്കിൾ മീൻസ് ഒരു സർക്കിൾ. സ്ക്വയർ മീൻസ് ഒരു സ്ക്വയർ. ഈ ചിത്രത്തിലുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് വരണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അൺഓർഡേർഡ് ലിസ്റ്റിനെ യൂസ് ചെയ്യാം. ഈ പ്രോഗ്രാം ഒന്ന് നോക്ക്. UL type is equal to circle, LI coffee /LI, LI tea /LI, LI milk /LI, LI water /LI /UL. ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടോ? അൺഓർഡേർഡ് ലിസ്റ്റ്. എക്സാമ്പിൾ: കോഫി, ടീ, മിൽക്ക് ആൻഡ് വാട്ടർ. അതിന്റെ അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ആ സർക്കിൾ കണ്ടോ നിങ്ങൾ? ഇങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആ ടൈപ്പിന് പകരം സ്ക്വയർ കൊടുത്തപ്പോഴുള്ള വ്യത്യാസം കണ്ടോ? കോഫി, ടീ ആൻഡ് മിൽക്ക്, വാട്ടർ നമ്മൾ എങ്ങനെ കിട്ടിയത്? സർക്കിളിന് പകരം അവിടെ വന്നത് ഒരു സ്ക്വയർ ആണ്. ബൈ ഡിഫാൾട്ട് ഇറ്റ് ഈസ് ഡിസ്ക്. നമ്മൾ വാല്യൂ ഒന്നും
ടൈപ്പ് എന്ന ആട്രിബ്യൂട്ടിന് കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫാൾട്ട് ആയിട്ട് വരുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ട ഡിസ്ക് എന്ന ടൈപ്പ് ആണ് വരിക. അല്ല നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് സ്ക്വയർ എന്നോ സർക്കിൾ എന്നോ റെപ്രസെന്റ് ചെയ്താൽ മാത്രം സ്ക്വയറും സർക്കിളും ഒക്കെ വരും. നെക്സ്റ്റ് ലിസ്റ്റ് ആണ് ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് മീൻസ് ഒരു ഓർഡർ ഉണ്ട് അവിടെ. എന്താ ഓർഡർ? നമ്മൾ ചില ലിസ്റ്റുകളൊക്കെ 1, 2, 3 എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാറില്ലേ? അത്തരം ലിസ്റ്റുകളാണ് ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് OL എന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ്. OL and /OL. ഐറ്റം നമ്പർ 1, 2, 3 ഒക്കെ നമ്മൾ LI and /LIയുടെ ഇൻ ബിറ്റ്വീൻ എഴുതും. നമുക്ക് ഓർഡേർഡ് ലിസ്റ്റിന്റെ ഉദാഹരണം നോക്കാം. നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ എക്സാമ്പിളിൽ നോക്ക്. OL കോഫി, LI കോഫി, LI മിൽക്ക്, LI വാട്ടർ. ഇത് 1, 2, 3 എന്ന രൂപത്തിൽ ഔട്ട്പുട്ട് കിട്ടിയില്ലേ? ഇങ്ങനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OL യൂസ് ചെയ്യുന്നത്. ബൈ ഡീഫാൾട്ട് വാല്യൂ ഓർഡേർഡ് ലിസ്റ്റിന്റെ ടൈപ്പിന്റെ ഡീഫാൾട്ട് വാല്യൂ 1, 2, 3 എന്ന നമ്പർ സിസ്റ്റം ആണ്. അല്ലാതെ തന്നെ ടൈപ്പിന് പല വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ടൈപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടൈപ്പ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ I. അത് റെപ്രസെന്റ് ചെയ്യുന്നത് റോമൻ ലെറ്റർ ക്യാപിറ്റൽ 1, 2, 3 എന്നുള്ളതാണ്. സ്മോൾ ലെറ്റർ I ആണെങ്കിൽ റോമൻ ലെറ്റർ സ്മോൾ ലെറ്റർ 1, 2, 3 എന്നുള്ളതാണ്. ടൈപ്പ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ A എന്ന് കൊടുക്കുമ്പോൾ A, B, C എന്ന ലിസ്റ്റ് വരും ക്യാപിറ്റൽ ലെറ്ററിൽ. സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ A, B, C എന്ന ലിസ്റ്റ് വരും. ടൈപ്പ് എന്ന ആട്രിബ്യൂട്ടിന് 5 വാല്യൂ ഉണ്ട്. ഡിഫാൾട്ട് ആയിട്ടുള്ള വാല്യൂ 1, 2, 3 എന്നുള്ളത്. അല്ലാതെ A സ്മോൾ ലെറ്റർ A, I ഫോർ ഇറ്റാലിക് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ, I ഫോർ സ്മോൾ ലെറ്റർ ഇറ്റാലിക്. ഇങ്ങനെ 5 വാല്യൂ നമുക്ക് ടൈപ്പിന് കൊടുക്കാം. ഈ എക്സാമ്പിൾ നോക്ക്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. OL ടൈപ്പ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ A, LI കോഫി, LI ടീ, LI മിൽക്ക്, LI വാട്ടർ. ടൈപ്പ് ക്യാപിറ്റൽ ലെറ്റർ A ആയതുകൊണ്ട് ABCD എന്ന് കോഫി, ടീ, മിൽക്ക്, വാട്ടറിനെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു കണ്ടില്ലേ? നെക്സ്റ്റ് ടൈപ്പ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ I. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് കോഫി, ടീ, മിൽക്ക് ആൻഡ് വാട്ടർ സ്മോൾ ലെറ്റർ റോമൻ ലെറ്ററിൽ വന്നു. ഓർഡേർഡ് ലിസ്റ്റിന്റെ മറ്റൊരു ആട്രിബ്യൂട്ട് ആണ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു എനി നമ്പർ. നമുക്ക് ലിസ്റ്റ് ചിലപ്പോ 1 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളണമെന്നില്ല. ചിലപ്പോ 5, 6, 7 എന്നൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. 5 മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോ 20 മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ആദ്യത്തെ ഐറ്റത്തിന്റെ ആദ്യത്തെ LIയുടെ വാല്യൂ അതിന്റെ നമ്പറിങ് ഏതാണോ വരേണ്ടത് അതിനാണ് നമ്മൾ സ്റ്റാർട്ട് എന്ന ആട്രിബ്യൂട്ട് കൊടുക്കുക. സ്റ്റാർട്ടിന്റെ വാല്യൂ ബൈ ഡീഫാൾട്ട് 1 ആയിരിക്കും. നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ 1 മുതലാണ് അത് A ആവട്ടെ, സ്മോൾ ലെറ്റർ A ആവട്ടെ, ക്യാപിറ്റൽ ലെറ്റർ I ആവട്ടെ, സ്മോൾ ലെറ്റർ I ആവട്ടെ, നമ്മുടെ നമ്പറിംഗ് സിസ്റ്റം 1, 2, 3, 4, 5 ആവട്ടെ, ഏതും ആവട്ടെ, സ്റ്റാർട്ടിന് ഒരു വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ അത് 1 മുതലാണ് ലിസ്റ്റ് ചെയ്യുക. ഇനി സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്താൽ 5 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഈ എക്സാമ്പിൾ നോക്ക്. ഇവിടെ സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു 5 ആ. അപ്പം 5, 6, 7, 8 എന്നാണ് ലിസ്റ്റ് വന്നത്. മറ്റുദാഹരണം നോക്ക്. OL ടൈപ്പ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ I, സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു 10. ഇവിടെ ലിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് റോമൻ ലെറ്റർ 10 വെച്ചിട്ടാണ്. കാരണം എന്താണ്? ടൈപ്പ് നമ്മൾ സ്മോൾ ലെറ്റർ I ആണ് കൊടുത്തത്, സ്റ്റാർട്ട് 10 ആണ് കൊടുത്തത്. അങ്ങനെ കോഫി, ടീ, മിൽക്ക് ആൻഡ് വാട്ടർ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്തു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലിസ്റ്റ് ആണ് ഡെഫിനിഷൻ ലിസ്റ്റ്. നമ്മൾ ഒരു ഡെഫിനിഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. ഒരു ടേം എഴുതും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കും. ഇങ്ങനെ വെബ് ബ്രൗസറിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഒരു ഡെഫിനിഷൻ കൊടുക്കണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ലിസ്റ്റാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് യൂസ് ചെയ്യുന്ന ടാഗ് DL and /DL എന്നുള്ളതാണ്. ഡെഫിനിഷൻ ലിസ്റ്റ് ആൻഡ് ക്ലോസിംഗ് ഡെഫിനിഷൻ ലിസ്റ്റ്. അതേപോലെ ഡെഫിനിഷൻ ടേം DT. ഏതൊരു ടേമിനെ കുറിച്ചാണോ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് ആ ടേം ആദ്യം എഴുതൂ അല്ലെ? അതാണ് DT, ഡെഫിനിഷൻ ടേം. നെക്സ്റ്റ് DD, ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. ആ ടേമിന്റെ ഡെഫിനിഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന ഡെഫിനിഷൻ ഓർ ഡിസ്ക്രിപ്ഷൻ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ DD എന്ന ടാഗ് യൂസ് ചെയ്യും. ഡെഫിനിഷൻ ലിസ്റ്റുമായിട്ട് 3 ടാഗുകളാണ് നമ്മൾ പഠിച്ചത്. DL, DD
and DT. DL definition list, DD definition description, DT definition term. ഈ ഉദാഹരണം നോക്ക്, ഡെഫിനിഷൻ ലിസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. DL DT റുപ്പി / DT ഇന്ത്യൻ കറൻസി. DD-യിലാണ് ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതിയത് കേട്ടോ. അടുത്ത ഡെഫിനിഷൻ ടേം റിയാൽ, ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ DD സൗദി കറൻസി /DL. ഡെഫിനിഷൻ ലിസ്റ്റിന്റെ ടാഗ് ക്ലോസ് ചെയ്തു. ഈ ലിസ്റ്റിന്റെ ഔട്ട്പുട്ട് നോക്ക്, ഡെഫിനിഷൻ ലിസ്റ്റ് റുപ്പി ഇന്ത്യൻ കറൻസി, റിയാൽ സൗദി കറൻസി. ഇങ്ങനെ നമുക്ക് ഒരു ഡെഫിനിഷനും അതിന്റെ ടേമും ഒരു വെബ്സൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിസ്റ്റാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. നെക്സ്റ്റ് ടോപ്പിക്, നെസ്റ്റഡ് ലിസ്റ്റ്. എ ലിസ്റ്റ് ഇൻസൈഡ് അനദർ ലിസ്റ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലിസ്റ്റ്. ഒരു ലിസ്റ്റിന്റെ ഇൻസൈഡ് മറ്റൊരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന്. ഇറ്റ് മേ ബി ഓർഡർഡ് ലിസ്റ്റ് ഇൻസൈഡ് അനദർ ഓർഡർഡ് ലിസ്റ്റ്, അൺഓർഡർഡ് ലിസ്റ്റ് ഇൻസൈഡ് അനദർ അൺഓർഡർഡ് ലിസ്റ്റ്, ഓർ ഓർഡർഡ് ലിസ്റ്റ് ഇൻസൈഡ് അനദർ അൺഓർഡർഡ് ലിസ്റ്റ്. ഒരു ഓർഡർഡ് ലിസ്റ്റിന്റെ ഉള്ളിൽ അനദർ അൺഓർഡർഡ് ലിസ്റ്റ് ആവാം, അൺഓർഡർഡ് ലിസ്റ്റിന്റെ ഉള്ളിൽ മറ്റൊരു ഓർഡർഡ് ലിസ്റ്റ് ആവാം, എങ്ങനെയാവാം. മെയിൻലി നെസ്റ്റഡ് ലിസ്റ്റ് വരാറ് ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും മാത്രമാണ്. ഡെഫിനിഷൻ ലിസ്റ്റ് നെസ്റ്റഡ് ലിസ്റ്റ് ആയിട്ട് വരാറില്ല. നമുക്ക് വേണേ എഴുതാം, നോ പ്രോബ്ലം. ഇങ്ങനെ നമ്മൾ എഴുതുന്നതിന് പറയുന്ന പേരാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന്. നെസ്റ്റഡ് ലിസ്റ്റ് ആണ് നമ്മൾ കോമൺലി കൂടുതലും നമ്മൾ പ്രോഗ്രാമിലൊക്കെ യൂസ് ചെയ്യാറ്. ഒരു മെയിൻ ലിസ്റ്റ് ഉണ്ടാവും, അതിന്റെ ഓരോ ഐറ്റത്തിന്റെ അണ്ടറിലും വേറെ ഷോർട്ട് ആയിട്ടുള്ള ലിസ്റ്റുകൾ ഉണ്ടാവും. നമ്മൾ ഒരു ഹോട്ടലിൽ ഒരു മെനു എടുത്ത് നോക്കിയാൽ അറിയാം, വെജ് ഐറ്റംസ്, നോൺ വെജ് ഐറ്റംസ്, സൂപ്പ് ഐറ്റംസ്, അതൊക്കെ മെയിൻ ലിസ്റ്റുകളാണ്. അതിന്റെ ഇൻസൈഡുള്ള ഓരോ ഐറ്റംസും സബ് ലിസ്റ്റുകളാണ്. ഇങ്ങനെ നമ്മൾ വെബ്സൈറ്റിലൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിസ്റ്റാണ് നെസ്റ്റഡ് ലിസ്റ്റ്. ഈ പ്രോഗ്രാം നോക്ക്, ഈ പ്രോഗ്രാമിൽ ഒരു നെസ്റ്റഡ് ലിസ്റ്റ് എങ്ങനെ എഴുതാന്നുള്ളതുണ്ട്. ഇത് ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് തരിക. ഈ ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ കണ്ട് മനസ്സിലാക്കാം ഇതിൽ എന്തൊക്കെയുണ്ട്, എത്ര ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, എത്ര അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, ഇതിന്റെയൊക്കെ ടൈപ്പ് എന്താണ്, ഇതിന്റെയൊക്കെ സ്റ്റാർട്ട് എന്താണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാം. എന്നിട്ട് ആ ടൈപ്പിനും സ്റ്റാർട്ടിനും അനുസരിച്ച് ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ OL എന്ന് വെച്ചിട്ടും അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ UL എന്ന് വെച്ചിട്ടും ലിസ്റ്റിന്റെ ഭംഗിയായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 5 മാർക്കാണ്. essay ടൈപ്പ് ആയിരിക്കും. ഈ പ്രോഗ്രാം നോക്ക്, റൈറ്റ് HTML program to display the following list in the web page. Here we have 4 lists. One outer list, ABC എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസിന്റെ അണ്ടറിലെ ഒരു ലിസ്റ്റ്, ഔട്ട്പുട്ട് ഡിവൈസിന്റെ അണ്ടറിലെ ഒരു ലിസ്റ്റ്, മെമ്മറി ഡിവൈസിന്റെ അണ്ടറിലെ മറ്റൊരു ലിസ്റ്റ്. അങ്ങനെ ടോട്ടൽ 4 ലിസ്റ്റ് ഉണ്ട്. ഒരു മെയിൻ ലിസ്റ്റും 3 ഇന്നർ ലിസ്റ്റും. നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയാൽ ആദ്യം നോക്കേണ്ടത് അത് ഏത് ടൈപ്പ് ലിസ്റ്റ് ആണെന്നുള്ളതാണ്. ഇവിടെ 4 ലിസ്റ്റും ഓർഡേർഡ് ലിസ്റ്റാണ്, OL ഓർഡേർഡ് ലിസ്റ്റാണ്. പിന്നെ നോക്കേണ്ടത് അതിന്റെ ടൈപ്പ് ഏതാണെന്നുള്ളതാണ്. മെയിൻ ലിസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ABC ആണ്. ഇന്നർ ലിസ്റ്റ് ആദ്യത്തത് 1 2 3, രണ്ടാമത്തത് ABC സ്മോൾ ലെറ്റർ, മൂന്നാമത്തത് റോമൻ ലെറ്റർ സ്മോൾ ലെറ്റർ 1 2 3. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് സ്റ്റാർട്ട് എന്താണെന്നുള്ളതാണ്. ഇവിടെ 1 2 3 വെച്ചാണ് എല്ലാം ABC ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ടിന്റെ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഇല്ല. നമ്മൾ പ്രോഗ്രാമിലേക്ക് പോകാം. പ്രോഗ്രാം നോർമൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ HTML ഹെഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഔട്ടർ ലിസ്റ്റ് OL ടൈപ്പ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ A, LI ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ ഒരു ഇന്നർ ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ടൈപ്പ് 1 ആണ്, 1 2 3 ആണ്. അപ്പോൾ ഒരു ഇന്നർ ലിസ്റ്റ് ഓപ്പൺ ചെയ്തു. OL ടൈപ്പ് ഈസ് ഈക്വൽ ടു 1, LI കീബോർഡ്, LI മൗസ്, LI സ്കാനർ /OL. ഇന്നർ ലിസ്റ്റ് ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ മെയിൻ ലിസ്റ്റിലെ ഐറ്റം LI ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസിന്റെ അണ്ടറിലും എന്തുണ്ട്, ഒരു ഇന്നർ ലിസ്റ്റ് ഉണ്ട്. ആ ഇന്നർ ലിസ്റ്റിന്റെ ടൈപ്പ് സ്മോൾ ലെറ്റർ ABC ആണ്. അതുകൊണ്ട് തന്നെ OL ടൈപ്പ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ A എന്ന് കൊടുത്തിട്ട് LI പ്രിന്റർ, LI മോണിറ്റർ, LI സ്പീക്കർ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇന്നർ ലിസ്റ്റ് ക്ലോസ് ചെയ്യുക /OL. മെയിൻ ലിസ്റ്റിന്റെ ഔട്ടർ ലിസ്റ്റിന്റെ മൂന്നാമത്തെ ഐറ്റം മെമ്മറി ഡിവൈസ്, LI മെമ്മറി ഡിവൈസസ് /LI.
അതിൻ്റെ അണ്ടറിൽ ഒരു ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. അത് റോമൻ ലെറ്റർ, സ്മോൾ ലെറ്റർ 1, 2, 3 ആണ്. അതിന് നമ്മൾ യൂസ് ചെയ്ത ടൈപ്പ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഐ. ഇന്നർ ലിസ്റ്റ് ഓപ്പൺ ചെയ്തു. LI ഹാർഡ് ഡിസ്ക്, LI DVD റോം, LI ഫ്ലാഷ് ഡ്രൈവ്, /OL. അതിനുശേഷം ഔട്ടർ ലിസ്റ്റിൻ്റെ OL ക്ലോസ് ചെയ്യണം, /OL അഗെയിൻ, ദെൻ /body /HTML. ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്ക്. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ തന്നത് അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇങ്ങനെ ഏതൊരു ലിസ്റ്റ് കിട്ടിയാലും അതിൻ്റെ ടൈപ്പും അതേപോലെ തന്നെ സ്റ്റാർട്ടും ഒക്കെ നോക്കിയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് 5ാമത്തെ ചാപ്റ്റർ വെബ് ഡിസൈൻ യൂസിങ് HTML ആദ്യത്തെ ടോപ്പിക്കാണ്. ലിസ്റ്റ് എന്താണ്, വാട്ട് ഈസ് ലിസ്റ്റ്, ടൈപ്പ് ഓഫ് ലിസ്റ്റ് ആൻഡ് നെസ്റ്റഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ് ആണ് ടൈപ്പ് ഓഫ് ലിസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചു. നെസ്റ്റഡ് ലിസ്റ്റ് എന്നാൽ ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ മറ്റൊരു ലിസ്റ്റ് ഉള്ളതിനെ നെസ്റ്റഡ് ലിസ്റ്റ് എന്നാണെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം, നെസ്റ്റഡ് ലിസ്റ്റിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ ഇന്ന് എഴുതി പഠിച്ചു. ഇന്ന് ഉള്ള ഈ ടോപ്പിക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. എല്ലാവരും പഠിക്കുക, നന്നായി വർക്ക് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൾ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം തരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു ഫോർ ഓൾ.